ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന EV ആയ വിൻസർ അടുത്ത് പോകുമ്പോൾ തന്നെ നോർമലി ഈ വണ്ടി അൺലോക്ക് ആകുന്ന ഒരു ഓപ്ഷൻ ഈ വണ്ടിയിലുണ്ട്. മറ്റു വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ വാഹനത്തിനകത്തുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിലും നമ്മൾ മറ്റു വണ്ടികൾ ട്രാക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നവരെ മുന്നോട്ട് ഇവിടെ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പ്രത്യൂസ് ചാനൽ. ഈ കാണുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന EV ആയ വിൻസർ EV ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഫ്രം MG ഇറ്റ്സെൽഫ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വാഹനം നല്ല രീതിയിൽ സെയിലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന 50,000 യൂണിറ്റും കന്നു. സോ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം പലരും ഈ വാഹനത്തിനകത്ത് കയറിക്കാൻ എന്നോടൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് ഈ കൺട്രോൾസ്, ഇതിൻ്റെ മിറർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. കാരണം മറ്റു വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കൺട്രോൾസിൽ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാർട്ട് 1 ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സക്സസ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ട്രിട്ടും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. സോ സമയങ്ങൾ ഇതിൻ്റെ വീഡിയോയിലൊക്കെ കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിൻ്റെ കീ നിങ്ങൾക്ക് കാണാം, ദിസ് ഈസ് ദ കീ. അപ്പോൾ ഈ വാഹനം നമ്മൾ ആദ്യം ഗെറ്റ് ഇനും ഗെറ്റ് ഡൗൺ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. ഈ വാഹനത്തിൽ വരുന്നത് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ അടുത്ത് പോകുമ്പം തന്നെ നോർമലി ഈ വണ്ടി അൺലോക്ക് ആകുന്ന ഒരു ഓപ്ഷൻ ഈ വണ്ടിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ അൺലോക്ക് ആകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ വാഹനത്തിനകത്ത് അപ്രോച്ച് അൺലോക്ക് എന്ന് പറയുന്ന ഫീച്ചർ ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ നോർമലി അൺലോക്ക് ചെയ്തിട്ട് തന്നെ വണ്ടിയുടെ അകത്ത് കയറണം. ഓക്കെ, സോ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ ഓപ്ഷനിലും മിഡ് ഓപ്ഷനിലും ഇതുപോലെ ഈ കാണുന്ന ഫ്ലഷ് ഡോർ ഹാൻഡിൽ പുറത്തേക്ക് വരും, മിററും അൺഫോൾഡ് ആവും. ഓക്കെ, അപ്പോൾ നോർമലി അൺലോക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനത്തിന് അടുത്ത് വരുമ്പോൾ തന്നെ അൺലോക്ക് ആകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന അപ്രോച്ച് അൺലോക്ക് എന്ന് പറയുന്ന ഫീച്ചർ ആക്റ്റീവ് ആയിരിക്കും. ഇനി മറ്റു വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ വാഹനത്തിനകത്തുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിലും കോമറ്റിലും എല്ലാം നമുക്ക് വാഹനത്തിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സാധാരണ വണ്ടികളുടെ കീയുടെ ഒന്നാമത്തെ സെറ്റ് ആക്ടിവേറ്റ് ചെയ്ത പോലെ തന്നെ ഈ കാണുന്ന ഫാനും ഈ കാണുന്ന ഡിജിറ്റൽ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആവും. ഓക്കെ, സോ ഇപ്പോൾ ഒക്കെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ നിന്നാണ് വാഹനത്തിൻ്റെ എല്ലാ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വർക്ക് ആകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വാഹനത്തിൻ്റെ ബ്രേക്ക് നമ്മളൊന്ന് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്യുക. സോ ഒരിക്കൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി റെഡി മോഡിലായിരുന്നു നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ റെഡി മോഡ് ബേസിക്കലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മെയിൻ ബാറ്ററിയിൽ നിന്നും കറണ്ട് 12 വോൾട്ടിലേക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു എന്നാണ് അർത്ഥം. സോ അങ്ങനെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ 12 വോൾട്ട് ബാറ്ററിയും ചാർജ് ആകുന്നുണ്ട്. പലരും വാഹനത്തിനകത്ത് കയറി വെറുതെ ഇരിക്കും, അപ്പോൾ നമ്മൾ 12 വോൾട്ട് ബാറ്ററി ഡൗൺ ആവും. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം വാഹനത്തിൻ്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ്ലി നമ്മൾ വാഹനത്തിനകത്ത് കയറി വാഹനം ഇപ്പോൾ റെഡി മോഡാണ്. ഇനി ഏത് സമയവും നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് ആയി. ഇനി നെക്സ്റ്റ് തിങ്, നമ്മുടെ വാഹനത്തിനകത്തുള്ള സീറ്റ് കൺട്രോൾസ് ഉണ്ട്. വാഹനത്തിനകത്ത് വരുന്നത് ഇലക്ട്രോണിക് സീറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ മറ്റു വണ്ടികൾ ട്രാക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നവരെ മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, പുറകിലോട്ടേക്ക് പോകാനായിട്ട് ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മുകളിലോട്ടും താഴോട്ടേക്കും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് റിക്ലൈൻ, ബാക്കിലെ സീറ്റ് റിക്ലൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ കാണുന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിക്ലൈനും വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ബേസിക് കൺട്രോൾ ആയിട്ടുള്ള ഫസ്റ്റ് കൺട്രോൾ വാഹനത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ് വാഹനത്തിൻ്റെ മിറേഴ്സ് അല്ലേ. മിറേഴ്സ് സെറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞത്. മിറേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല. 2 രീതിയിൽ നിങ്ങൾക്ക് മിറർ സെറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷൻ വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഒന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ച് കാണാം. ഈ സ്വിച്ച് നിങ്ങൾ മുകളിലോട്ടും താഴോട്ടും പ്രസ് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിലോട്ടും താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു മിറർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിനർത്ഥം ഈ മിററിൻ്റെ കൺട്രോൾസിലുള്ളത്. അപ്പോൾ നമ്മൾ മുകളിലോട്ടും താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സൈഡിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ സ്വിച്ച്, ഈ കാണുന്ന സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലോട്ടും അഡ്ജസ്റ്റ് ആവും. ഇന്നും കൂടി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആകാൻ വേണ്ടി തുടങ്ങി. സോ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ കൺട്രോളാണ് ഈ വണ്ടിയിൽ വരുന്നത്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ആയി അല്ലേ. ഇനി നമുക്ക് ഈ സ്വിച്ച് ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ, AC-യുടെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനും സാധിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മൾ അടുത്ത കൺട്രോൾ ഈ സൈഡിലുള്ള നമ്മുടെ റൈറ്റ് സൈഡിലെ കൺട്രോൾ നമ്മൾ ഒന്ന് മുകളിലോട്ടൊന്നായിട്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീറ്റർ ഓപ്ഷൻസ് കാണാം. ഓക്കെ, ഇവിടെ ട്രിപ്പ് നിങ്ങൾക്ക് കാണാം. ട്രിപ്പ് റീസെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻഫോർടൈൻമെൻറ്റിൽ വരണം, ഇവിടുന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ട്രിപ്പ് നിങ്ങൾക്ക് കാണാം, ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ കിലോമീറ്റർ ഓടി വണ്ടി എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മിനിറ്റ് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവുക. ഈ ഓപ്ഷനിലാകുമ്പോൾ നിങ്ങൾ എവിടെയാണ് കിലോമീറ്റർ ഓടിയെന്ന് കാണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇത് താഴോട്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ വരും, ഒന്നും കൂടി താഴോട്ടാക്കിയാൽ നെക്സ്റ്റ് ഓപ്ഷൻ വരും. ഇപ്പോൾ ടയർ പ്രഷർ മോണിറ്ററിങ് കാണിക്കും, അടുത്തത് ഈ പറയുന്ന മോട്ടറിൻ്റെ സ്പീഡ് കാണിക്കും, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒരു സ്വിച്ചിൽ ഇതിൽ കിട്ടും. ഇനി ഇത് ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഈ പറയുന്ന വോളിയം കൂട്ടാനും കുറക്കാൻ വേണ്ടി പറ്റും. സോ ബൈ ഡീഫോൾട്ട് ഇത് വോളിയം കൺട്രോളിൽ അപ്പ് ആൻഡ് ഡൗണിലാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പെട്ടെന്ന് വോളിയം കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻസിലാണിത് ഉണ്ടാവുക. പിന്നെ മീറ്റർ, സോ ഈ കാണുന്ന കൺട്രോൾസ് നമ്മുടെ മീറ്ററും അതേപോലെ തന്നെ വോളിയവും
ഈ കാണുന്ന കൺട്രോൾസ് നമ്മുടെ എ സിയുടെ ടെമ്പറേച്ചർ കൂട്ടാനും കുറക്കാനും അതേപോലെ തന്നെ നമ്മുടെ മിറേഴ്സ് കൺട്രോൾ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വാഹനത്തിനകത്ത് കയറിയതും അതുപോലെ തന്നെ ഈ കാര്യങ്ങളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ബാക്കി ഇനി ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക.